ഹായ് ഓൾ വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമുക്കറിയാം ലെറ്റ് 2025 നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബിടെക്കിന് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ നേടിത്തരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ് അല്ലെ ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ലെറ്റ് എക്സാം നമുക്ക് ഇനി 2025 നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2025 നടക്കാൻ പോകുന്ന ഈ എക്സാം അതിന്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയേ, നമുക്കറിയാം 2025 നമുക്ക് ഏകദേശം ഒരു മെയ് മാസം കഴിയുമ്പോഴേക്കാണ് ലെറ്റിന്റെ എക്സാംസ് ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2024 വന്നപ്പോൾ 2024 നമുക്ക് ബിടെക്കിന്റെ റിവിഷൻ നടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പണ്ട് തൊട്ടേ എക്സാംസ് നടക്കുന്നത് നമുക്ക് ബിടെക്കിന്റെ ഫസ്റ്റ് ഇയർ സിലബസ് എങ്ങനെയാണോ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ സിലബസ് ആയിട്ട് വരാറുള്ളത് അല്ലെ. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് 2024 സിലബസ് റിവിഷൻ നടന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാനായിട്ട് സാധിക്കും, ഇത്തവണത്തെ ലെറ്റ് എക്സാംസിന് സിലബസിൽ കുറേയധികം ചേഞ്ചുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 8 സബ്ജക്റ്റുകളാണ് നമുക്ക് ഒരു ലെറ്റ് എക്സാമിനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. 8ൽ 5 എണ്ണം നമുക്കറിയാം എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ് വരാനുള്ളത്. ബാക്കി അതിനുശേഷം വരുന്നത് ഒരു പേപ്പർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിസം, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ട്. കൂടാതെ നമുക്ക് അതിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് വരും അല്ലെ. അങ്ങനെ ഓൾ ടോട്ടൽ നമുക്ക് അറിയുന്ന കാര്യമാണ് 120 മാർക്കാണ് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്കുള്ളത്. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ 120 മാർക്കിൽ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ലൊരു കോളേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സുവർണ അവസരം കിട്ടാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു സിലബസിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് 2024 ആ ഒരു റിവിഷനിൽ വന്നപ്പോൾ നമ്മുടെ എക്സാം ആ ഒരു സിലബസിൽ വന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ആദ്യം വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണല്ലേ. നമുക്ക് സിവിൽ ആയാലും മെക്കാനിക്കൽ കുട്ടികളാണെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് കുട്ടികളൊക്കെ നമുക്ക് അതിനെ നിങ്ങൾ ഡിപ്ലോമ റിവിഷനിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫിസിക്സിന്റെ ബേസിക്സ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റിനെയാണ് അല്ലെ. അതിലെ മൊഡ്യൂൾ 1ൽ വരുന്നത് നോക്കിയേ, നമുക്കറിയാം അത് ഏകദേശം ഒരു 4 മൊഡ്യൂൾ ആയിട്ടാണ് ഒരു സബ്ജക്ട് വരുന്നത്. ഒന്ന് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അതിന്റെ കാര്യങ്ങൾ ദാറ്റ് മീൻസ് അതിന്റെ മെക്കാനിസവുമായി ബന്ധപ്പെട്ടാണ്. സ്കേലാർ വെക്ടർ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വെക്ടർ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമുക്കറിയാം ഈ ഒരു സിലബസിൽ നമുക്ക് ടോട്ടൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ളത്. ഓക്കെ അല്ലേ? 15 മാർക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഒരൊറ്റ സിലബസിൽ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ കുറേയധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നല്ലൊരു പ്ലാനോട് കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഏകദേശം ഒരു 10 to 15 മാർക്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. എല്ലാവർക്കും നന്നായി പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ മാർക്ക് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ അടുത്തത് വരുന്നത് നമുക്ക് അതിന് ഫ്രിക്ഷൻ ആണ്. നോക്കിയേ, രണ്ടാമത്തെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത് ഫ്രിക്ഷൻ ആണ്. ആ ഫ്രിക്ഷൻ നമുക്ക് ലോസ് ഓഫ് ഫ്രിക്ഷനും അതുപോലെ തന്നെ അതിന്റെ അനാലിസിസ്, ഒരു ബ്ലോക്ക് വന്ന് ആ ഫ്രീ ബോഡി ഡയഗ്രാം ഒക്കെ വരച്ചിട്ടുള്ള കുറച്ചധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ടാവും. ദെൻ അതിനൊപ്പം തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 3ലേക്ക് പോകുന്നത് ഡൈനാമിക്സിന്റെ കാര്യങ്ങളാണ്. നമുക്കറിയാം സ്റ്റാറ്റിക്സ് കഴിഞ്ഞു, അതിനുശേഷം ഡൈനാമിക്സിലേക്ക് വരും. അതിൽ റെക്ടിലിനിയർ മോഷൻസും അതുപോലെ തന്നെ അതിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, കൈനമാറ്റിക്സിൽ വരുന്ന ഇക്വേഷൻസ് മോഷനും അതുപോലെ കൈനറ്റിക്സിൽ വരുന്ന മോഷൻസ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഡി-എലംബേർട്സ് പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നോക്കിയേ, ദാൻ അടുത്ത 4ാമത്തെ മൊഡ്യൂൾ വരുന്നത് കർവിലിനിയർ മോഷൻ ആണ്. കർവിലിനിയർ ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലും ഈ പറയുന്ന പോലെ കുറേയധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ആയിട്ട് ഈ ഒരു സിലബസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നമുക്ക് 10 to 15 മാർക്സ് വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ദെൻ നമുക്ക് ആ ഒരു എഞ്ചിനീയർ മെക്കാനിക്സ് കഴിഞ്ഞതിന് ശേഷം നോക്കിയേ ആ മെക്കാനിക്സിന് നമുക്ക് 4 മൊഡ്യൂളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് ആണ്. ദെൻ മൊഡ്യൂൾ 2ലേക്ക് വന്നാൽ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ ഡൈനാമിക്സ് ആണ്. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത് കർവിലിനിയർ ട്രാൻസ്ലേഷൻ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഓൾ ടോട്ടൽ 15 മാർക്ക് സെറ്റ് ആക്കുക എന്നുള്ളതാണ്
ഒരു മെക്കാനിക്സിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. ദെൻ അടുത്ത സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നമുക്കറിയാം, നമുക്ക് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് ഒക്കെ കുറെ തവണയായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങൾക്ക് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസിലൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മളെ ഒരു സിലബസ് വന്ന ചേഞ്ച് അനുസരിച്ച്, ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇയറിൽ വന്ന ആ ഒരു ക്വസ്റ്റ്യനിലെ മാറ്റങ്ങളൊക്കെ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് ആ ബേസിക്സിന്റെ കാര്യങ്ങളൊക്കെ കുറെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കുറെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പഠിക്കേണ്ടടുത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന രീതിയിലേക്കാണ് സിലബസ് റിവൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബിഗിനർ ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇനി അങ്ങോട്ട് പഠിച്ചാൽ പോലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്ക് ആയി മാറാൻ സാധിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. നമുക്ക് മെക്കാനിക്കലിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തെർമോഡൈനാമിക് സൈക്കിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അവിടെ ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സിസ്റ്റം, അതുപോലെ നമുക്ക് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ കുറെ പഠിക്കാനുണ്ടായിരുന്നു. അതിന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ തെർമോഡൈനാമിക് സൈക്കിളിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിലബസ് പറയുന്നത്. ദെൻ അവിടെ നമുക്ക് ഓരോ സൈക്കിൾസ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് പഠിക്കാനുണ്ട്. കാർനോട്ട് സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഓട്ടോ സൈക്കിൾ. അവിടെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല. അവിടെ നിന്ന് ആ എഫിഷ്യൻസി വെച്ചുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമേ ചെയ്ത് പഠിക്കാനായിട്ടുള്ളൂ. ദെൻ നമുക്ക് അത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ IC എഞ്ചിൻസും പഠിക്കാനായിട്ടുള്ള അതിലെ 2 സ്ട്രോക്ക് എഞ്ചിൻസും 4 സ്ട്രോക്ക് എഞ്ചിൻസിനും വർക്കിംഗ്സും അതുപോലെ പാർട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതിന്റെ കമ്പാരിസണൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്നത് നോക്കിയാൽ നമുക്ക് ഇവിടെ എന്താണ് അതിൽ പുതിയ CRDI മെത്തേഡുകളും അതുപോലെ തന്നെ MPFIയും ഹൈബ്രിഡ് എഞ്ചിൻസിനെ കുറിച്ചും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ദെൻ റെഫ്രിജറേഷൻ ആണ് വരുന്നത്. റെഫ്രിജറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അതിന്റെ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ തുടങ്ങിയിട്ട് അവിടെ നമുക്ക് ആ ഒരു സൈക്കോമെട്രിയുടെ കാര്യങ്ങൾ വരെ നമ്മൾ അവിടുന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. കുറേയധികം കാര്യങ്ങൾ അവിടുന്ന് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാനുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, 15ൽ ഓൾമോസ്റ്റ് ഒരു 14 മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ബ്രാഞ്ചിലുള്ള ആൾക്കാർക്കും വാങ്ങിയെടുക്കാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ അത് വാങ്ങിയെടുക്കാം. നമ്മൾ ഒരു കുറച്ചുകൂടി ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും 15ൽ 14 മാർക്കും വാങ്ങാനായിട്ട് സാധിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ദെൻ അടുത്ത മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണെങ്കിൽ ആ പമ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് പമ്പ്, അതിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇത്രയും ഇത് വന്നിട്ടുള്ള എക്സാമുകളിലൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അതിൽ കുറച്ച് മാനുഫാക്ചറിംഗ് മെത്തേഡുകളും മാനുഫാക്ചറിംഗ് പ്രോസസ്സുകളും കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മെഷീൻ ടൂൾസുകളാണ്. കുറേയധികം ദാറ്റ് മീൻസ് അവിടെ ലെയ്ത്ത് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ എന്താണെന്നുള്ളതും മില്ലിംഗ് മെഷീൻ എന്താണെന്നുള്ളതും CNC മെഷീൻ എന്താണെന്നും 3D പ്രിന്റിംഗ് എന്താണെന്നുള്ള കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഈ സിലബസിലേക്ക് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കുന്നത് 15 മാർക്കാണ് എന്നുള്ളത് മറന്നു പോകണ്ട. 15ൽ 14 മാർക്കോളം നമുക്ക് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സിലബസ് വെച്ചിട്ട് എന്നുള്ളത് ആദ്യമേ മൈൻഡിൽ ഉറപ്പിച്ചോളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസ് 2 മൊഡ്യൂൾ ആയിട്ടാണ് ഉള്ളത്. ആ മൊഡ്യൂൾ 1ലേക്ക് വരുന്നത് തെർമോഡൈനാമിക്സും റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മൊഡ്യൂൾ 2ലേക്ക് പോയാൽ അത് പമ്പും അതുപോലെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസും മാനുഫാക്ചറിംഗ് പ്രോസസ്, ദാറ്റ് മീൻസ് അവിടെ മെഷീൻ ടൂൾസും കൂടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് ആ മാനുഫാക്ചറിംഗ് സിസ്റ്റത്തിലെ ആ ഒരു മെഷീൻ ടൂൾസും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടുന്ന് 15ൽ നമ്മൾ 15 മാർക്കും വാങ്ങും എന്നുള്ളത് ഉറപ്പ് വരുത്താവുന്ന ആ രീതിയിലുള്ള സിലബസ് മാത്രമേ ആ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട് ബേസിക്സിൽ ഉള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ അടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത് അല്ലേ. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആ സിവിൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ആ സിലബസിൽ അവർ എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് സർവേ എന്ന് പറയുന്ന വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് അവിടുന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ അതായത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സിവിൽ ഉണ്ടായിരുന്നു, കുറേ ടേംസുകൾ പഠിക്കാനുണ്ടായിരുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും കുറേ അധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു ഇത്രയും കാലം ഈ ലെറ്റ് സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പിന്തുടർന്നുണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ കുറേ അധികം കാര്യങ്ങൾ അവിടുന്ന് ഒഴിവാക്കി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് ആ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ 15 മാർക്കേ ചോദിക്കുള്ളൂ. 15ൽ 15 വാങ്ങാൻ പാകത്തിലുള്ള ഒരു സിലബസ് ആണ് ഇത്തവണ നമുക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നോക്കിയാൽ നമുക്ക് കാണാം. അതിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് അതിന് ഇമ്പോർട്ടൻസ്, സിവിലുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ആദ്യം തന്നെ അവിടെ ചോദിക്കുന്നത്. ദെൻ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഓരോ ടൈപ്പ്, അതിൽ സിവിലുള്ള ഓരോ ടൈപ്പ് ബ്രാഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ള സബ് ബ്രാഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആദ്യമേ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ നമുക്ക് അവിടെ എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. നോക്കിയാൽ അവിടെ ബിൽഡിംഗ് അല്ലെ, ബിൽഡിംഗ് ഏരിയയും ബിൽഡിംഗ് എന്താണ്, ബിൽഡപ്പ് ഏരിയ എന്താണ്, പ്ലിന്ത് ഏരിയ എന്താണ്, ഫ്ലോർ ഏരിയ എന്താണെന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ABRഉം അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദെൻ അടുത്ത മൊഡ്യൂൾ 2ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള ബ്രിക്ക്, അതുപോലെ സ്റ്റോൺ, സാൻഡ്, സിമെന്റ്, അതുപോലെ അഗ്രിഗേറ്റഡ് ടിമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന്. അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ പറയുന്നത്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ബ്രിക്കിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിമെന്റ് എന്ന് പറയുമ്പോൾ സിമെന്റിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ടിമ്പർ എടുത്ത് നോക്കിയാലും ആ ടിമ്പറിന്റെ കാര്യങ്ങളും കുറേ പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതിന്റെ കൂടെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസും വരുന്നുണ്ട്. ആ കൺസ്ട്രക്ഷൻ മീൻസ് എന്താണ് പറയുന്നത്, ഇവിടെ സ്റ്റീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോകേണ്ടതിന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു സിലബസിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളത് സംശയമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ പഠനം നമുക്ക് സ്മാർട്ടായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ 15-15 വാങ്ങി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് മാത്രമാണ് സിവിലിൽ ഉള്ളത് എന്നുള്ളത് ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അടുത്തത് നമുക്ക് നോക്കിയ സിവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 മൊഡ്യൂളായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ തന്നെ കുറച്ച് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ബിൽഡിംഗ് മെറ്റീരിയൽസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. സർവേ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അവിടുന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സംശയമൊന്നുമില്ല. സർവേ പോകുന്നതോടുകൂടെ തന്നെ കുറേ കാര്യങ്ങൾ അവിടുന്ന് മിസ്സായി പോകുന്നു. ദാറ്റ് മീൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഫുൾ മാർക്കും അതിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പാകത്തിൽ ഒരു സിലബസ് മാത്രമേ അത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളൂ എന്നാലും സംശയമൊന്നും വേണ്ട. ദെൻ അടുത്ത നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ദാറ്റ് മീൻസ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പോയാലും ഈ പറഞ്ഞ പോലെ കുറേയധികം ടേംസുകൾ അവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്ക് ഈ പറയുന്ന ബാക്കി എല്ലാവരും മെക്കാനിക്കൽ കുട്ടികളായിക്കോട്ടെ അവർക്കും എന്താണ് ഇലക്ട്രിക്കലിലെ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സിവിലിലെ കുട്ടികൾ ഈ ഇലക്ട്രിക്കലിനെ കുറിച്ച് ഒരു ബേസിക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ ബാക്കിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പാകത്തിലുള്ള ആ ഒരു ബേസ് ഉള്ള സിലബസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദെൻ മൊഡ്യൂൾ 1 ഈ പറഞ്ഞ പോലെ അതിന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജിന്റെ കാര്യങ്ങളും ആ ഫാരഡേസ് ലോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. DC സർക്യൂട്ടും AC സർക്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ അടുത്തതിലേക്ക് പോയാൽ മൊഡ്യൂൾ 2ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ജനറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഹൈഡ്രോ തെർമൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ പറ്റിയിട്ടും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ നമുക്കിവിടെ AC പവർ സിസ്റ്റവും അതുപോലെ തന്നെ DC മോട്ടറും AC മോട്ടറിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ 2ലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതും ഈ ഒരു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും 2 മൊഡ്യൂളായിട്ടാണ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജും AC DC സർക്യൂട്ടിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2ലേക്ക് പോകുകയാണെങ്കിൽ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജിയും AC അതുപോലെ തന്നെ DC മോട്ടറിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2 മൊഡ്യൂളായിട്ട് നമുക്ക് ഇവിടെയും 15 മാർക്ക് തന്നെയാണ് ചോദിക്കാറുള്ളത്. ആ 15 മാർക്കിൽ ഏകദേശം ഒരു 10 to 15 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻറ്റ് സ്ട്രീംസിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ ഒരു 10 മാർക്ക് വരെ എന്തായാലും വാങ്ങാൻ പറ്റും എന്നതിൽ സംശയമൊന്നും വേണ്ട. ആ രീതിയിൽ സ്മാർട്ടായിട്ട് പഠിക്കുക മാത്രം ചെയ്താൽ മതി. ദെൻ അടുത്തത് നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ എന്താണ് ഉള്ളത് നോക്കാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇതുപോലെ തന്നെ 2 മൊഡ്യൂളായിട്ടാണ്. ഒന്നാമതായിട്ട് വരുന്നത് സെമി കണ്ടക്ടർ ഡിവൈസുകളെ പറ്റിയിട്ടാണ്. സെമി കണ്ടക്ടർ ഡിവൈസുകൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടേഴ്സ്, ദെൻ അതുപോലെ തന്നെ നമുക്ക് PN ജംഗ്ഷൻ ഡയോഡും അതുപോലെ ഓരോ ഡയോഡിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു മൊഡ്യൂളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോജിക് ഗേറ്റുകൾ അല്ലേ, OR ഗേറ്റ്, നോർ ഗേറ്റ് എന്നൊക്കെ പഠിച്ച് നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞ കുറേ ഗേറ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കാറുള്ളത്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ദെൻ അടുത്ത മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അല്ലെ, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അത് കുറച്ച് ബാക്കിയുള്ള ബ്രാഞ്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു പോർഷനാണ് ഈ ഒരു ഇലക്ട്രോണിക്സിന്റെ പോർഷൻ എന്നുള്ളത് ഓർത്തിരിക്കാൻ നമുക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ആ രീതിയിൽ തന്നെ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അതൊന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇതും വരുന്നത് 15 മാർക്കിൽ നിന്നാണ്. ആ 15 ഒരു ഏകദേശം ഒരു 9 to 13 വരെയുള്ള സ്കോർ ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ദെൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇതുപോലെ തന്നെ 2 മൊഡ്യൂളായിട്ടാണ്. ഒന്നാമത്തെ മൊഡ്യൂൾ സെമി കണ്ടക്ടർ ഡിവൈസുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും കൂടെ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 2ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ ആ ഒരു മൊഡ്യൂൾ നമുക്ക് എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ അടുത്ത നമുക്കറിയാം വളരെ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നത്, നമുക്ക് ഇത്രയും കാലം നമ്മൾ പഠിച്ചുള്ളത് C പ്രോഗ്രാമിനെ കുറിച്ചായിരുന്നു, C പ്രോഗ്രാമിങ്ങിനെ കുറിച്ചായിരുന്നു. നമുക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള റെവല്യൂഷൻ എന്താണ്, ഇനി അങ്ങോട്ടേക്ക്
നിങ്ങളെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരുത്തുന്ന രീതിയിലാണ് ആ സിലബസിൽ ഒരു റിവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ സി എന്ന് പറയുന്ന ആ ലാംഗ്വേജിൽ നമുക്ക് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം നമ്മൾ ഈ ഒരു സിലബസിലേക്കും വരാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് ആൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടുള്ളത്. നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന കാര്യം തന്നെയാണ്. ആ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സി ലാംഗ്വേജ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പൈത്തൺ ലാംഗ്വേജ് പുതിയൊരു ലാംഗ്വേജിലേക്കാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിന്റെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സും അതുപോലെ ഇലക്ട്രിക്കലും കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു ബേസിക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷേ ബാക്കി ബ്രാഞ്ചുകൾ കൺവെൻഷണൽ ബ്രാഞ്ചുകളായി വരുന്ന സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിലും വളരെ അത് കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് ആ ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കണം നമുക്ക്. അതിലും ഈ പറഞ്ഞ പോലെ 4 മൊഡ്യൂളായിട്ടാണ് ആ സിലബസ് വരുന്നത്. പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകുകയാണ് അതിന്റെ അൽഗോരിതംസ് ആണ് വരുന്നത്. ദെൻ മൂന്നാമത്തെ അതിൽ തന്നെ സ്യൂഡോ കോഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 3ലേക്ക് പോകണം ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ്, ദാറ്റ് മീൻസ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ മൊഡ്യൂൾ 4ലേക്ക് പോകണം കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിംഗ്. അങ്ങനെ വലിയ ഒരു ചേഞ്ച് ആണ് ഇവിടെ സിലബസിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ സിലബസ് ചേഞ്ച് ഉറപ്പായിട്ടും ഇത്തവണത്തെ എക്സാമിൽ വളരെ ഇതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടും. റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആയിട്ടാണ് ഈ ഒരു സിലബസ് മാറാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസിക്, ദാറ്റ് മീൻസ് എന്താണ് ഈ പൈത്തന്റെ പ്രോഗ്രാം, ദാറ്റ് മീൻസ് ആ പൈത്തൺ ലാംഗ്വേജ് നമുക്ക് ഇവിടെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറാൻ പോകുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 15 മാർക്ക് തന്നെയാണ് വരിക. 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടാവുക. ആ 15ൽ എത്ര മാർക്ക് വാങ്ങുന്നോ ആ മാർക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് ഹയർ റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു ലാംഗ്വേജ് ആണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത് പഠിച്ചെടുക്കുക തന്നെ വേണം. എങ്കിൽ നമുക്ക് നല്ലൊരു റാങ്കിലെത്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടി നമ്മളെ എഞ്ചിനീയറിംഗ് ബിരുദം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിലബസ് 4 മൊഡ്യൂളായിട്ടാണുള്ളത്. മൊഡ്യൂൾ 1 പ്രോബ്ലം സോൾവിങ്ങും എസെൻഷ്യൽ ഓഫ് പൈത്തണുമാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2ലേക്ക് പോകാൻ അൽഗോരിതംസും ഫ്ലോ ചാർട്ടും സ്യൂഡോ കോഡിനെ കുറിച്ചും പഠിക്കണം. ദെൻ മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആണ് പഠിക്കേണ്ടത്. മൊഡ്യൂൾ 4ലേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിംഗ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ നോക്കിയാൽ അടുത്തത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 20 മാർക്ക് ചോദിക്കുന്ന വെയിറ്റേജ് ഉള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സിലബസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അവിടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നമുക്ക് 1, 2 അല്ലെ 2 സെമസ്റ്ററിലായിട്ട് 1 and 2 വരുന്നുണ്ട്. ആ 1 and 2 പേപ്പറുകൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് വരാറുള്ളത്. അപ്പോൾ 1ലെ സിലബസിലുള്ള കാര്യങ്ങളും 2ലുള്ള സിലബസുള്ള കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളതൊക്കെ ഒരു 5ഓളം മൊഡ്യൂൾ ആയിട്ടാണ് വന്നുള്ളത്. നമുക്ക് ഇത് ഏകദേശം നമ്മൾ അത് ക്ലബ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 8 മൊഡ്യൂൾ ആയിട്ടാണ് ഈ ഒരു സിലബസ് നമുക്ക് ഉള്ളത്. അതിൽ മൊഡ്യൂൾ 1ൽ ദാറ്റ് മീൻസ് അവിടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1ൽ 4 മൊഡ്യൂളായിട്ടും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2ൽ 4 മൊഡ്യൂളായിട്ടുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 8 മൊഡ്യൂളുമായിട്ട് നമുക്ക് 20 മാർക്കാണ് ചോദിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പൈത്തൺ ലാംഗ്വേജ് നമ്മൾ റാങ്ക് മേക്കിംഗ് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നന്നായിട്ട് മാത്സ് എല്ലാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പൈത്തൺ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കിലേക്ക് എത്തും. ഈ മാത്തമാറ്റിക്സ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചെടുക്കണം നമ്മൾ. അതിൽ മൊഡ്യൂൾ 1ൽ അതായത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1ൽ നമുക്ക് മൊഡ്യൂൾ 1ൽ വരുന്നത് എന്താണ്? അവിടെ ലീനിയർ ആൽജിബ്രയുടെ കാര്യങ്ങളാണ് വരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് മെട്രിക്സും ആ മെട്രിക്സിനെ റാങ്ക് കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ ഐഗൺ വാല്യൂസും ഒക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ടാവും. ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്ന രീതികളും കൃത്യമായിട്ട് ആ ഇൻവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ടും അതാണ് 1ാമത്തെ മൊഡ്യൂളായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അവിടെ ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഹോമോജീനിയസ് ആയിട്ടുള്ള ലീനിയർ ഓഡീസും കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു 2ാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിച്ചെടുക്കും. ദെൻ 3ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കണം. ആ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും ആ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇത് വളരെ സ്പീഡിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ, കാരണം നമുക്ക് 2 മണിക്കൂറാണ് ഈ ഒരു എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ബ്രാഞ്ചുകൾക്ക് അല്ലെങ്കിൽ ആ സിലബസുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാത്സ് ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മാത്സ് ചെയ്യാൻ ഏറ്റവും നമുക്ക് വേഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മളെ ആ ഒരു സിലബസിലുള്ള ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു മാത്സിൽ കൃത്യമായിട്ട് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതെന്ന് വരുന്ന ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മൊഡ്യൂൾ 4ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈലർ സീരീസിലെ നമുക്ക് ആ ഒരു സീരീസ് എങ്ങനെയാണ് വരുന്നത്, ടൈലർ സീരീസിന്റെ കാര്യങ്ങളും അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ വിത്തൗട്ട് പ്രൂഫാണ് വന്നിട്ടുള്ളത്. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കാനായിട്ടുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2ലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ലിമിറ്റും പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ 2 വേരിയബിളുള്ള ആ കാര്യങ്ങളൊക്കെയാണ്
നമുക്ക് ആ ഒരു രണ്ടാമത്തെ ആ ഒരു മാത്തമാറ്റിക്സ് 2-ലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രേഷൻ ആണ്. നമ്മളെല്ലാവരും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതുന്ന ഒരു രീതിയിലുള്ള ഒരു ഭാഗമാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ. പക്ഷേ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ ചോദിക്കാറുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ മൊഡ്യൂൾ 3ലേക്ക് പോകുകയാണെങ്കിൽ വെക്ടർ അൽജിബ്രയുടെ കാര്യങ്ങളാണ് വരുന്നത്. ആ വെക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3ൽ വരുന്നത്. ദെൻ മൊഡ്യൂൾ 4ലേക്ക് പോകുകയാണെങ്കിൽ നമുക്കവിടെ ഗ്രീൻസ് തിയറവും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത്. ആ സർഫസ് ഇൻ്റഗ്രലും അത് ഗ്രീൻസ് തിയറത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. മൊഡ്യൂൾ ആയി പറഞ്ഞ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1-ഉം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2-ഉം ഉണ്ടാവും. ആ ഇതിൽ നിന്ന് നമുക്ക് 4 മൊഡ്യൂളോളമാണ് നമ്മൾ സിലബസിൽ റിവൈസ് ചെയ്തിട്ട് 2024 KTU സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസിൽ വന്ന ആ ഒരു ചേഞ്ചുകൾ നമ്മൾ ഈ ഒരു സിലബസിലേക്കും റിഫ്ലക്ട് ചെയ്യപ്പെടും എന്നുള്ള സംശയമൊന്നുമില്ല. അത് ക്ലിയർ ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്. ദെൻ അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലീഷ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിൽ വരുന്ന ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൾ ടോട്ടൽ 10 മാർക്കാണ് ചോദിക്കാറുള്ളത്. ആ 10 മാർക്ക് ഇപ്പോൾ ഈ രീതിയിലാണ് വരിക. ഔട്ട് ഓഫ് 10 മാർക്സ് ടു ബി അവോർഡഡ് 5 മാർക്സ് വിൽ ബി ഫോർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എ ഗിവൻ പാസേജ് ആൻഡ് റിമൈനിങ് 5 മാർക്സ് ഫോർ ബേസിക് ഗ്രാമർ ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ഓഫ് +2 സ്റ്റാൻഡേർഡ്. ആ +2 സ്റ്റാൻഡേർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഒരു പാസേജ് തന്നിട്ടുള്ള ആ പാസേജിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഗ്രാമറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടോട്ടൽ 10 മാർക്സ് ആണ് വരുന്നത്. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ഒന്ന് സ്കിൽഫുൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 10-ൽ ഏകദേശം ഒരു 9 മാർക്സോളം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിൽ നല്ല മാർക്കോട് വാങ്ങി തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. നോക്കിയാൽ അടുത്തത് നമുക്കറിയാം അതിൻ്റെ സബ്ജക്റ്റ് വെയിറ്റേജ് വരുന്നത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 15 മാർക്കാണ് വരുന്നത്. ദെൻ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് 15 മാർക്ക് വരും. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15 ആണ്. ബേസിക് ഇലക്ട്രോണിക്സും 15 ആണ്. ദെൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നമുക്കറിയാം അത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ആണ്. അത് 15 മാർക്ക് വരും. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നിന്ന് 15 മാർക്ക് വരും. ഇംഗ്ലീഷ് നിന്ന് 10 മാർക്ക് വരും. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നിന്ന് 20 മാർക്കും. ടോട്ടൽ വരുന്നത് 120 മാർക്കാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 120 മാർക്കും ഉണ്ടാവും. 2 മണിക്കൂറുമായിരിക്കും നമ്മളുടെ എക്സാം വരിക. ഇവിടെ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിൻ്റെ ഒരു പ്രഷറും ഇല്ലാതെ ചെയ്ത് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ഇനിയൊരു ബിടെക് എന്ന ലക്ഷ്യം അല്ലെങ്കിൽ ബിടെക് എന്ന സ്വപ്നവുമായിട്ട് നിങ്ങൾ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ബിടെക്കിൻ്റെ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പേപ്പറുകളൊന്നും പഠിക്കാതെ ആയിരിക്കും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് ചെല്ലുക അല്ലേ. അപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെല്ലുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ലാറ്ററന്റ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ആ രീതിയിലുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണം. ആ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ബേസിക്സ് അറിയാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലൊരു മാർക്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബിടെക്കും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയവും വേണ്ട. അപ്പോൾ നല്ല റാങ്ക് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അത്രത്തോളം നമുക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ആ ഒരു കോളേജുകളിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിൽ അല്ലേ, നമുക്ക് നോക്കി ഇനി 3 വർഷമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. ആ 3 വർഷം ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രത്തോളം വേറെ കാര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ലെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിടെക് ലെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുമായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഈ പറയുന്ന QR കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമ്മളെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് ലെറ്റ് 2025 എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന അപ്ഡേറ്റ്സുകൾ നമ്മുടെ ഈ ഒരു അസൈലം ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂടുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കാം. അസൈലം ടെക്നിക്കലിൻ്റെ കൂടെ പഠിച്ച് നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നല്ലൊരു അഡ്മിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.